നമസ്കാരം. അകമ്പുറത്തിലേക്ക് സ്വാഗതം. നിദാഖത്ത് വന്നു എന്ന് കേൾക്കുന്നു. എല്ലാവരും സൗദിയിൽ നിന്ന് തിരിച്ചു വരേണ്ടി വരും എന്ന് ഒരു കൂട്ടർ പറയുന്നു. ഇല്ല, യാതൊരു പ്രശ്നവുമില്ല എന്ന് മറ്റൊരു കൂട്ടർ പറയുന്നു. എന്താണ് സത്യം? എന്താണ് വസ്തുത? എന്താണ് ശരിക്കും ഈ നിദാഖത്ത്? പ്രവാസിയെയും പ്രവാസത്തെയും ശരിയായി അറിയുന്ന, ഒരു ഘട്ടത്തിൽ പ്രവാസിയായിരുന്ന നഗരകാര്യമന്ത്രി ശ്രീ മഞ്ഞളാംകുഴി അലി, വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ കൂടിയായിരുന്ന MLA KV അബ്ദുൽ ഖാദർ, സ്വാഗതം. സൗദി അറേബ്യയിൽ നടക്കുന്ന ഏതൊരു ചെറിയ ചലനവും നമ്മുടെ നാട്ടിൽ വലിയ ഓളങ്ങളുണ്ടാക്കും. കാരണം അതാണ് മലയാളിയും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം. സൗദി അറേബ്യ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ വിദേശ വിനിമയം നടക്കുന്നത് ഈ രാജ്യത്തു നിന്നാണ്. സൗദിയിൽ പോയി പണിയെടുക്കുന്ന ഇന്ത്യക്കാർ എല്ലാവരും കൂടി ഒരു വർഷം നാട്ടിലേക്ക് അയക്കുന്നത് $3.5 ബില്യൺ. അതിൽ 55,000 കോടി ഒഴുകുന്നത് കൊച്ചു കേരളത്തിലേക്ക്. സൗദി അറേബ്യയിൽ ആകെയുള്ളത് 70 ലക്ഷം വിദേശികൾ. അതിൽ 20 ലക്ഷവും ഇന്ത്യക്കാർ, അതിൽ 6 ലക്ഷവും മലയാളികൾ. അതുകൊണ്ട് തന്നെ 10 വിദേശികൾക്ക് ആനുപാതികമായി ഒരു സ്വദേശിക്കെങ്കിലും പണി കൊടുക്കണമെന്ന് സൗദി അറേബ്യ തീരുമാനിക്കുമ്പോൾ കേരളം പേടിക്കുന്നത് സ്വാഭാവികം. സൗദി അറേബ്യയിൽ ഒറ്റ സൗദിക്കാരനുമില്ലാത്ത 3,40,000 സ്ഥാപനങ്ങൾ ഉണ്ടെന്നാണ് കണക്ക്. നിദാഖത്ത് നിയമമനുസരിച്ച് ഇവർ 1-2 സ്വദേശികളെ ജോലിക്കെടുക്കാൻ തീരുമാനിച്ചാൽ പോലും 10 ലക്ഷത്തോളം വിദേശികൾക്ക് പണി പോകും. ഒപ്പം സ്പോൺസർമാരില്ലാത്ത ഫ്രീ വിസക്കാരെ പിടികൂടി നാടുകടത്താൻ കൂടി തീരുമാനിച്ചതോടെ അക്ഷരാർത്ഥത്തിൽ അങ്കലാപ്പിലാണ് കേരളത്തിലെ പല ഗ്രാമങ്ങളും. ശ്രീ മഞ്ഞളാംകുഴി അലി, യഥാർത്ഥത്തിൽ താങ്കൾക്ക് മറ്റാരേക്കാളും നന്നായി പ്രവാസിയുടെ മനസ്സിലാകും. ഈ കണക്കുകൾ, ഇത് പ്രവാസികളെ പേടിപ്പിക്കുന്ന ഒരു കണക്ക് തന്നെയല്ലേ? അവരുടെ കുടുംബങ്ങളെ പേടിപ്പിക്കുന്ന ഒരു കണക്ക് തന്നെയല്ലേ? നമ്മൾ മലയാളികൾ വളരെ ഭയപ്പാടോടുകൂടി കണ്ടിരുന്ന ഈ നിദാഖത്ത് വാസ്തവത്തിൽ ഇന്ന് ഒരു ബ്ലെസ്സിങ് ആയി മാറിയിട്ടുണ്ട്. അത് ജൂലൈ 3 മുമ്പേ പിന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് റെക്ടിഫൈ ചെയ്ത്, പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തുകൊണ്ട്, അവരുടെ പാസ്പോർട്ടിൽ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് നിയമവിധേയമാക്കാൻ, ഈ അവരുടെ താമസവും അല്ലെങ്കിൽ അവരുടെ ജോലി നിയമവിധേയമാക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം സർക്കാർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് വസ്തുതയെങ്കിൽ എന്തിനാണ് ആളുകൾ ഇങ്ങനെ പേടിക്കുന്നത്? വെറുതെ പേടിക്കുക. ഇത് മീഡിയ ഉണ്ടാക്കിയ ഒരു വലിയൊരു പ്രശ്നമാണെന്ന് ഞാൻ ഇതിനെ പറ്റി മനസ്സിലാക്കുന്നത്. ശ്രീ KV അബ്ദുൽ ഖാദർ, യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഒരു ഭീതി മാത്രമാണ് ഇപ്പോഴീ കാണുന്നത്. ഇതൊരു ബ്ലെസ്സിങ് ആണ്. ഒട്ടും ആശങ്കയില്ല എന്ന് തന്നെയാണ് നേരത്തെ ബഹുമാനപ്പെട്ട കേന്ദ്ര മന്ത്രിമാരൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ യാഥാർത്ഥ്യം അതായിരുന്നില്ല. മന്ത്രിമാർ തന്നെ അവിടെ പോയപ്പോൾ പ്രശ്നങ്ങൾ അവർക്ക് കുറേ ബോധ്യപ്പെട്ടതാണ്. അപ്പോൾ ആളുകൾ വലിയ തോതിൽ വരികയില്ല എന്ന നിരീക്ഷണത്തോട് എനിക്ക് യോജിപ്പില്ല. അത് വസ്തുതാപരമല്ലാത്തതുകൊണ്ട്. ശരി, എന്താണ് ഈ ഘട്ടത്തിൽ സൗദിയുടെ ഔദ്യോഗിക ഭാഷ്യം എന്നുകൂടി കേൾക്കാം. ഭീതി അനാവശ്യമാണെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഇന്ത്യക്കാർ കൂട്ടത്തോടെ നാടുവിടേണ്ടി വരും എന്ന തരത്തിൽ വരുന്ന വാർത്തകൾ വാസ്തവവിരുദ്ധമാണ്. നേരത്തെ സ്വദേശിവൽക്കരണം ബാധകമല്ലാതിരുന്ന 9-ൽ താഴെ ജീവനക്കാരുള്ള ചെറുകിട സ്ഥാപനങ്ങളെ നിയമത്തിന്റെ പരിധിയിൽ പെടുത്തുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. സ്വദേശിയെ ജോലിക്ക് വെച്ചില്ലെങ്കിൽ ഈ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് ഭീഷണിയിൽ ആവുമെന്നത് സത്യമാണ്. പക്ഷേ ജോലി പോകുന്ന തൊഴിലാളികൾക്ക് രേഖകളുടെ കാലാവധി തീരുന്നതിന് മുൻപ് സ്വദേശിവൽകൃത കമ്പനികളിലേക്ക് മാറി സുരക്ഷിതരാവാം. അങ്ങനെ വരുമ്പോൾ അനധികൃതമായി ജോലി ചെയ്യുന്നവർ മാത്രം പേടിച്ചാൽ മതി. മാത്രമോ, ജൂലൈ 3-നകം പദവി ശരിപ്പെടുത്തുന്ന വിദേശികൾക്കും സ്ഥാപനങ്ങൾക്കും വൻ ആനുകൂല്യങ്ങളും ശിക്ഷാ ഇളവുകളും പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഈ ഘട്ടത്തിൽ അകമ്പുറം ക്ഷണിക്കുകയാണ് കരുനാഗപ്പള്ളിയിൽ നിന്നെത്തിയ അഹമ്മദ് കുഞ്ഞിയെ. അദ്ദേഹം ഈ ഘട്ടത്തിൽ അകമ്പുറത്തിന് നേരിട്ട് അദ്ദേഹത്തിൻ്റെ അനുഭവസാക്ഷ്യം പറയുന്നു. സ്വാഗതം. ശ്രീ അഹമ്മദ് കുഞ്ഞി, താങ്കൾ ഫ്രീ വിസയിൽ പോലും അല്ല പോയത്. അല്ല, യഥാർത്ഥത്തിൽ നിയമവിധേയമായ വിസ കയ്യിലുണ്ടായിരുന്നു. എഗ്രിമെൻ്റ് വിസയിൽ തന്നെയാണ് ഞാൻ പോയത്. നമ്മൾക്ക് കിട്ടുന്ന വളരെ തുച്ഛമായ ശമ്പളമായിരിക്കും പുറത്തുനിന്ന് കിട്ടുന്നത്. ഇതുകൊണ്ട് നമ്മുടെ കുടുംബം പോറ്റാൻ കഴിയില്ല. നമുക്ക് അവിടെ റൂം വാടക കൊടുക്കണം, ഭക്ഷണത്തിനും മറ്റ് വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ തന്നെ ഇതിൽ നിന്ന് തന്നെ വേണം നമുക്ക് എടുക്കേണ്ടത്. ഇപ്പം ഞാൻ 12-15 വർഷം സൗദി അറേബ്യയിൽ കിടന്ന് ജോലി ചെയ്താൽ എനിക്ക് ഇപ്പം മിച്ചമായിട്ടുള്ളത്, എനിക്ക് ശരീരത്തിൽ അസുഖങ്ങളുണ്ട്, പല അസുഖങ്ങളുണ്ട്. വന്നപ്പോഴത്തെ ആ സ്റ്റാർട്ടിങ്ങിലാണ് എൻ്റെ വിസ തീരുന്നത്. അപ്പോൾ എൻ്റെ വിസ തീർന്ന് ഞാൻ വിസ അടിക്കാനായിട്ട് സൗദി അടുത്ത് കൊണ്ടുവന്നപ്പോഴും എൻ്റെ സ്പോൺസർ പറഞ്ഞ് 5,000 റിയാൽ വേണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ സുഹൃത്തുക്കടയിൽ നിന്നൊക്കെ കടം വാങ്ങിച്ച് 5,000 റിയാൽ സൗദിയിലേക്ക് കൊടുത്തിട്ട് അയാൾ ഒരു 2.5 മാസം വരെ എൻ്റെ അടുത്ത് വന്നിട്ടില്ല. ഞാൻ അങ്ങനെ ആകെപ്പാട് വലഞ്ഞിട്ട് ഞാൻ
ഒരു റൂമിൽ കയറി ചുമ്മാതെ ഇരിക്കുമായിരുന്നു 3-4 മാസം അങ്ങനെ ഇരുന്നു. പുറത്തിറങ്ങാനൊക്കത്തില്ല. അപ്പോഴത്തേക്ക് പിന്നെ ഈ പോലീസിൻ്റെ ഭയങ്കര ബഹളമായിപ്പോയി. ഇവർക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങളോ ഇവരെങ്ങനെയാണ് വന്ന് താമസിക്കുന്നത്, ഇവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ സർക്കാർ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. പക്ഷേ ഇതിലുള്ള പ്രധാനമായിട്ടുള്ള പ്രശ്നം ഒന്ന് വിസ കച്ചവടം. നമ്മൾ മലയാളികളടക്കമുള്ള റാക്കറ്റ് ഈ വിസ കച്ചവടവുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്.